ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കേണ്ടതിന് സർവശക്തൻ നമ്മെ ബലപ്പെടുത്തട്ടെ. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി 145 സങ്കീർത്തനം 19 വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 145:19. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന വാക്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഈ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാനായി കഴിയും. ഒന്ന്, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ക്രിസ്തീയ ജീവിതയാത്രയിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോടടുത്തിരിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹാദൈവമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആശ്വാസവും പ്രത്യാശയും ബലവും. ഈ വാക്യത്തിനകത്ത് ആ കാര്യം തന്നെ ആവർത്തിച്ച് പറയുകയാണ്. ആരാണോ ഭക്തിയോടെ ജീവിക്കേണ്ടതിന് തീരുമാനമെടുക്കുന്നത്, ദൈവഭക്തിയോടെ മുൻപിലേക്ക് ആരാണോ പോകുന്നത്, അവരെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. നിശ്ചയമായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളെ കാണുന്ന, നമ്മുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും കാണുന്ന ഒരു മഹാദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. എത്ര വലിയ പ്രതിസന്ധികൾക്കകത്താണ് ജീവിക്കുന്നതെങ്കിലും, പ്രതികൂലങ്ങൾ ജീവിതയാത്രയിൽ ഉണ്ടെങ്കിലും, മനുഷ്യനും പിശാചും ഒരുപോലെ ദൈവപ്രവൃത്തിക്ക് എതിരായി പ്രതിസന്ധികൾ സൃഷ്ടിച്ചാലും ഈ വാക്യത്തിനകത്ത് പറയുന്നു, ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ഭവനത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, ജോലിയെക്കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ ആമേൻ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടോ? അത് തല്ലി തകർക്കേണ്ടതിന്, നശിപ്പിക്കേണ്ടതിന് പിശാച് ചെയ്യാവുന്നത് മുഴുവനും ചെയ്യുന്നു എങ്കിൽ ഇന്ന് പകൽ ഉറയ്ക്കുവാനും വിശ്വസിക്കുവാനും ബലപ്പെടുവാനും ഈ തിരുവചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. കണ്ണുനീരിൽ കുതിർന്ന നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക്, നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾക്ക് നിശ്ചയമായിട്ടും ദൈവ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെയാണ് ഈ വാക്യം പറയുന്നത്, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം. ഇന്ന് രാവിലെ വിശ്വസിക്കുക, ഒരു മഹാ അത്ഭുതം ജീവിതത്തിൽ സംഭവിക്കുമെന്ന്, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന്. എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ പ്രതീക്ഷിക്കുന്നത്, ഏതാണോ സ്വപ്നം കാണുന്നത്, ദൈവജനമാണോ, ദൈവത്തിൻ്റെ മക്കളാണോ, അവരുടെ ജീവിതത്തിൽ അത് അസാധ്യമെന്ന് സാഹചര്യം പറഞ്ഞാലും സാധിപ്പിക്കാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. ആമേൻ. ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും. ആമേൻ. വെറുതെ അങ്ങ് സാധിക്കുന്നതല്ല, ആ ആഗ്രഹങ്ങളുടെ മീതെ ദൈവം ഇടപെടുവാനായി തുടങ്ങും. ബൈബിൾ പറയുന്നത്, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് ദൈവം അവരെ എത്തിച്ച് നിശ്ചയമായിട്ടും ഉന്നതങ്ങളിൽ എത്തിച്ചേരേണ്ടതിന്, സമാധാനം പ്രാപിക്കേണ്ടതിന്, ആരോഗ്യമുള്ളൊരു ജീവിതം നയിക്കേണ്ടതിന്, വീണു പോകാത്തൊരു നല്ല ആത്മീയ ജീവിതത്തിന്റെ ഉടമസ്ഥരായി തീരേണ്ടതിന് കൊതിയോടെ ആഗ്രഹത്തോടെ മുൻപിലോട്ട് പോകുന്നുണ്ടോ? വലിയ ദൈവപ്രവൃത്തിയെ ഇന്ന് പകൽ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ബൈബിൾ അങ്ങനെയാ പറയുന്നത്, ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. രണ്ടാമത്തെ കാര്യം പറയുന്നു, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. നിലവിളി കേൾക്കും. ആമേൻ. എത്ര സന്ദർഭങ്ങളാണ് തിരുവചനം എഴുതിയിരിക്കുന്നത്. പ്രാർത്ഥിക്കുകയും കരയുകയും നിലവിളിക്കുകയും ചെയ്തവരുടെ നിലവിളിയെ ദൈവം കേട്ടത്. ആമേൻ. നമ്മുടെ ദൈവം കേൾക്കുന്ന ദൈവമാണ്. പറഞ്ഞാൽ, കരഞ്ഞാൽ, നിലവിളിച്ചാൽ കേൾക്കാൻ തക്കവണ്ണം
അവൻ സമീപസ്ഥനാണ്. ആകാശത്തിന്റെ ഏതോ ഒരു കോണിൽ അങ്ങ് വിദൂരതയിലിരിക്കുന്ന ഒരു ദൈവത്തെയല്ല നാം സേവിക്കുന്നത്. ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലോ പുണ്യയിടങ്ങളിലോ ആമേൻ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന ദൈവം. ഹൃദയമൊന്ന് തേങ്ങിയാൽ, കണ്ണുകൾ നനഞ്ഞാൽ, കാലുകൾ വിറച്ചാൽ, ആമേൻ ആകുലതകളുടെ നടുവിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ, ഈ വാക്യം പറയുന്നു, ആമേൻ നിലവിളിയ ദൈവം കേൾക്കും. പ്രിയരെ, നാളുകൾ കൊണ്ട് ഏതെങ്കിലുമൊക്കെ വിഷയത്തിനകത്ത് ഹൃദയം പൊട്ടിക്കരയുന്ന, ആരും അറിയാതെ ചിരിച്ചുകൊണ്ട് പുറമേ നടക്കുമ്പോൾ ഉള്ള് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, രാത്രിയും പകലിലും ആകുലരായിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, ഇന്ന് പകൽ മരുഭൂമിയിൽ കിടന്ന് മറ്റാരും കാണാനും കേൾക്കാനും ഇല്ലാതിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന ഹാഗറിന്റെ നിലവിളിയെ കേട്ട ഒരു മഹാ ദൈവമുണ്ട്. ഇന്ന് പകൽ ഈ വാക്യം നമുക്ക് മുറുകെ പിടിക്കാമോ, ഏറ്റെടുക്കാമോ? നിലവിളിക്കുന്ന വിഷയത്തിനകത്ത് ആമേൻ ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, നിലവിളി കേട്ട് മുൻപിലേക്ക് പോകുമെന്നല്ല, എന്തെങ്കിലും പറയുമെന്നല്ല, രക്ഷിക്കുവാനിടയായി തീരും. ആമേൻ. നമ്മുടെ ദൈവത്തിന്റെ മറ്റൊരു പേരാണ് രക്ഷകൻ. രക്ഷകൻ രക്ഷിക്കും. ഏതിൽ നിന്ന്? ഇന്ന് അകപ്പെട്ടു പോയ സാഹചര്യങ്ങളിൽ നിന്ന്, ഇന്ന് എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന്, മാനസികവും ശാരീരികവുമായി തളർന്നിരിക്കുന്ന, കുഴഞ്ഞിരിക്കുന്ന, വേദന അനുഭവിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുവാൻ കരുത്തുള്ളവനാണ്. പ്രിയരെ, ആമേൻ നിലവിളിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ രക്ഷ ഈ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ. നിശ്ചയമായിട്ടും ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഇന്നിന്റെ പ്രഭാതത്തിൽ ദൈവമുഖത്തേക്ക് നോക്കാമോ? കർത്താവിന്റെ കരം നമുക്ക് അനുകൂലമായി വെളിപ്പെടുക തന്നെ ചെയ്യും. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ ഈ ദിവസത്തിന്റെ നന്മയ്ക്ക് വേണ്ടി? 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. സാധിക്കുമെന്നല്ല, സാധിപ്പിക്കും. അതിനുവേണ്ടി വ്യാപരിക്കപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. അതിനുവേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽ അത് നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. 2ാമത്തെ കാര്യം എഴുതിയിരിക്കുന്നു, അവരുടെ നിലവിളി കേട്ട്. ആമേൻ. നിലവിളിക്ക് മുൻപിൽ, കരച്ചിലിന് മുൻപിൽ, ആകുലതകളുടെ മുൻപിൽ അത് കേൾക്കാൻ മനസ്സുള്ളൊരു ദൈവമുണ്ട്. ഇതാണല്ലോ മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 46 തൊട്ടുള്ള വാക്യങ്ങൾക്കകത്ത് എഴുതിയിരിക്കുന്നത്. യെരിഹോവിന്റെ തെരുവിലൂടെ കടന്നു പോകുമ്പോൾ ആമേൻ ഭിഷക്കാരനായ കുരുടൻ നിലവിളിക്കുവാനായി തുടങ്ങി. പ്രിയരെ, ആ തിരക്കുകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവപുത്രന്റെ കാതുകളിലേക്ക് ആ നിലവിളി കേൾക്കുവാൻ, വീഴുവാനിടയായി തീർന്നു. നിശ്ചയമായിട്ടും താഴെ എഴുതിയിരിക്കുന്നു, നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ആ നിലവിളിക്ക് കാരണമായ പ്രതിസന്ധികളിൽ നിന്ന്, പ്രതികൂലങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവത്തിന്റെ കരം വെളിപ്പെടും. ഈ പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് ദൈവത്തോട്. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് പൊന്നുമുഖത്തേക്ക് നോക്കുന്നു. സർവശക്തന്റെ കരുണയും കൃപയും ദയയും മനസ്സലിവും ഞങ്ങളോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട് നന്ദി കർത്താവേ. ഈ വചനത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കേണ്ടതിന് എല്ലാവരെയും ദൈവം സഹായിക്കണമേ. പൊന്നുകരങ്ങളിൽ വഹിക്കും ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.